ഹലോ എവരിവൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർട്സ് ഓഫ് നെർവസ് സിസ്റ്റം ആണ് പഠിച്ചത് അല്ലേ? ഏതൊക്കെയായിരുന്നു നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നാഡീവ്യവസ്ഥയുടെ ഭാഗങ്ങൾ? രണ്ട് പാർട്സ് ആണ് ഉള്ളത്. ഒന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ കേന്ദ്ര നാഡീവ്യവസ്ഥ. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പെരിഫറൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ പെരിഫറൽ നാഡീവ്യവസ്ഥ. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ പാർട്സ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ഇല്ലേ, അതായത് മസ്തിഷ്കവും സുഷുമ്നയും. ദെൻ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ പാർട്സ് എന്ന് പറയുന്നത് ബ്രെയിനിൽ നിന്ന് അറൈസ് ചെയ്യുന്ന 12 പെയർസ് ഓഫ് ക്രേനിയൽ നെർവ്സ് അല്ലെങ്കിൽ ശിരോനാഡികളും ദെൻ അതുപോലെ തന്നെ സ്പൈനൽ കോഡിൽ നിന്ന് അറൈസ് ചെയ്യുന്ന 31 പെയർസ് ഓഫ് സ്പൈനൽ നെർവ്സ് അല്ലെങ്കിൽ സുഷുമ്ന നാഡികളും. ഇതുകൂടാതെ ഇതിനകത്തില് റിസപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഹികൾ, അതുപോലെ തന്നെ ഗാംഗ്ലിയോൺസ് തുടങ്ങിയവയുണ്ട്. ഗാംഗ്ലിയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സെൽ ബോഡീസ് അല്ലെങ്കിൽ സൈറ്റോണിനെ വിളിക്കുന്ന പേരാണ് ഗാംഗ്ലിയോൺസ്. അപ്പൊ ഇവിടെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ പാർട്സ് ആയിട്ട് നെർവ്സ് ഉണ്ട്, അതുപോലെ തന്നെ റിസപ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഗാംഗ്ലിയോൺസ് തുടങ്ങിയവയുണ്ട്. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ പാർട്സ് ആയ ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും കുറിച്ചാണ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതിനെ കുറിച്ചാണ്? ബ്രെയിനെ കുറിച്ചാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഡിഫറന്റ് ഫംഗ്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ബ്രെയിൻ ആണ് ഇല്ലേ? അതായത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ കേന്ദ്ര നാഡീവ്യവസ്ഥയാണ്. അപ്പൊ അതിൽ വരുന്നത് രണ്ട് പാർട്സ് ആണ്, ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ഇല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ്? ബ്രെയിൻ അല്ലെങ്കിൽ മസ്തിഷ്കത്തെ കുറിച്ചാണ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഏതെന്ന് പറയുന്നത് ബ്രെയിൻ അല്ലെങ്കിൽ മസ്തിഷ്കം. അപ്പൊ അതിന്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ എന്തൊക്കെയാണ് ബ്രെയിനിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ബ്രെയിൻ എന്ന് പറയുന്നത് കവർ ചെയ്തുകൊണ്ട് ഒരു ബോണി കേസ് അല്ലെങ്കിൽ ഒരു അസ്ഥി കൊണ്ടുള്ള ഒരു കവചമുണ്ട് അല്ലെ? അതിനെ വിളിക്കുന്ന പേരെന്താണ്? സ്കൾ അല്ലെങ്കിൽ തലയോട്. അപ്പൊ നമ്മുടെ ബ്രെയിൻ ഇരിക്കുന്നത് എവിടെയാണ്? സ്കള്ളിനുള്ളിൽ അല്ലെങ്കിൽ തലയോടിനുള്ളിലാണ്. ദെൻ ഈ സ്കള്ളിനുള്ളിൽ ഒരു ബ്രെയിനെ കവർ ചെയ്തുകൊണ്ട് ഒരു 3 ലെയർഡ് മെംബ്രെയിൻ, അതായത് 3 പാളികളുള്ള ഒരു സ്ഥലമുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് മെനിഞ്ചസ്. അപ്പൊ ഏറ്റവും പുറമെ കവർ ചെയ്തുകൊണ്ട് എന്തുകൊണ്ട്? ബോൺസ് കൊണ്ടുള്ള ഒരു കവറിംഗ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേര് സ്കൾ അല്ലെങ്കിൽ തലയോട്. അതിനുള്ളിൽ എന്തുകൊണ്ട്? ഒരു 3 ലെയർഡ് മെംബ്രെയിൻ, അതിനെ വിളിക്കുന്ന പേര് മെനിഞ്ചസ്. ഇനി ഈ മെനിഞ്ചസിന്റെ ലെയേഴ്സിനുള്ളിലും ബ്രെയിനിന്റെ ക്യാവിറ്റീസ് അല്ലെങ്കിൽ അറകൾക്കുള്ളിലും ഒരു ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കും. ആ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ദ്രാവകത്തിന്റെ പേരാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ സെറിബ്രോ സ്പൈനൽ ദ്രവം. എപ്പൻഡൈമൽ സെൽസിന്റെ സഹായത്തോടു കൂടിയാണ് എന്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അപ്പൊ എപ്പൻഡൈമൽ സെൽസ് ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചു ഇല്ലേ? അതായത് ന്യൂറോഗ്ലിയൽ സെൽസിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ബ്രെയിനിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഏതൊക്കെ പാർട്സ് ആണുള്ളത്? ബ്രെയിനെ കവർ ചെയ്തുകൊണ്ട് സ്കള്ളുണ്ട്, അതിനുള്ളിൽ ഒരു 3 ലെയർഡ് മെംബ്രെയിൻ, ഇറ്റ് ഈസ് കാൾഡ് മെനിഞ്ചസ്. ഈ മെനിഞ്ചസിന്റെ ലെയേഴ്സിനുള്ളിലും അതുപോലെ തന്നെ ബ്രെയിനിന്റെ ക്യാവിറ്റീസിനുള്ളിലും നിറഞ്ഞിരിക്കുന്ന ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഏതാണ്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അപ്പൊ ഈ 3 പാർട്സ് കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ബ്രെയിനെ എന്ത് ചെയ്യുന്നത്? പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് ഈ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻസ് ഒന്ന് നോക്കാം. അതായത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ബ്രെയിനിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡ് ആണല്ലോ. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒന്ന് പ്രൊവൈഡ് ന്യൂട്രീഷൻ ആൻഡ് ഓക്സിജൻ ടു ദ ടിഷ്യൂസ്, അതായത് ബ്രെയിനകത്തിലുള്ള ടിഷ്യൂസ് അല്ലെങ്കിൽ കലകൾക്ക് ഓക്സിജനും അതുപോലെ തന്നെ ന്യൂട്രിയൻസ് പോഷണവും നൽകുന്നു. രണ്ടെന്ന് പറയുന്നത് എലിമിനേറ്റ് വേസ്റ്റ്, അതായത് മാലിന്യങ്ങളെ നീക്കം ചെയ്യാനായിട്ട് സഹായിക്കുന്നു. മൂന്നെന്ന് പറയുന്നത് റെഗുലേറ്റ്സ് പ്രഷർ, അതായത് മർദ്ദം ക്രമീകരിക്കാനായിട്ട് ബ്രെയിനകത്തിലുള്ള പ്രഷർ അല്ലെങ്കിൽ മർദ്ദം ക്രമീകരിക്കാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊട്ടക്ട് ദ ബ്രെയിൻ ഫ്രം എക്സ്റ്റേണൽ ഇഞ്ചുറീസ്, അതായത് പുറമേ നിന്നുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മുറിവുകളിൽ നിന്നും ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അപ്പൊ എന്തൊക്കെയാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻസ്? ഒന്നെന്ന് പറയുന്നത് പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദ ടിഷ്യൂസ്, അതായത് ബ്രെയിനിലെ ടിഷ്യൂസിന് മസ്തിഷ്കത്തിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നു. എലിമിനേറ്റ്സ് വേസ്റ്റ് ഇല്ലേ, അതായത് മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നു. റെഗുലേറ്റ്സ് പ്രഷർ, മർദ്ദം ക്രമീകരിക്കുന്നു. അതുപോലെ തന്നെ പ്രൊട്ടക്ട് ബ്രെയിൻ ഫ്രം എക്സ്റ്റേണൽ ഇഞ്ചുറീസ്, ബാഹ്യക്ഷതങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മുറിവുകളിൽ നിന്നും ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇനി അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പാർട്സ് ഓഫ് ബ്രെയിൻ, അതായത് മസ്തിഷ്കത്തിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നാണ്. അപ്പൊ ബ്രെയിനിന്റെ പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. പാർട്സ് ഒക്കെ അതിൽ ലേബൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോ പാർട്ടിന്റെയും ഫംഗ്ഷൻ നന്നായിട്ട് പഠിക്കുക. അപ്പൊ ആദ്യം എന്ന് പറയുന്നത് ഈ ബ്രെയിനിന്റെ ഏറ്റവും ലാർജസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സെറിബ്രമാണ്. അതായത് ബ്രെയിനകത്തിലുള്ള ഏറ്റവും വലിയ ഭാഗം അല്ലെങ്കിൽ ലാർജസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? സെറിബ്രമാണ്. ഈ സെറിബ്രത്തിന് ഒരു ഔട്ടർ പാർട്ടും ഉണ്ട്, ഒരു ഇന്നർ റീജിയനും ഉണ്ട്. ഔട്ടർ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് കോർട്ടെക്സ്. ഇനി ഇന്നർ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് മെഡുല. അപ്പൊ നമ്മൾ നേരത്തെ കിഡ്നിയുടെ ഒക്കെ ഔട്ടർ റീജിയൻ കോർട്ടെക്സ് ആൻഡ് ഇന്നർ റീജിയൻ മെഡുല പഠിച്ചിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഇവിടെയും സെറിബ്രത്തിന്റെ ഔട്ടർ റീജിയനെ വിളിക്കുന്ന പേരെന്താണ്? കോർട്ടെക്സ് ആൻഡ് ഇന്നർ റീജിയൻ ഈസ് കാൾഡ് മെഡുല. ഈ കോർട്ടെക്സ് എന്ന് പറയുമ്പോൾ അത് ഗ്രേ മാറ്റർ ആണ്. അതുപോലെ തന്നെ മെഡുല എന്ന് പറയുന്നത് വൈറ്റ് മാറ്ററുമാണ്.
എന്തായിരുന്നു ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും? അതായത് ഈ സെറിബ്രത്തിന്റെ കോർട്ടെക്സിൽ നോൺ മൈലിനേറ്റഡ് നെർവ് സെൽസ് അല്ലെങ്കിൽ ന്യൂറോൺസ് ആണ് കാണപ്പെടുന്നത്. അപ്പൊ ഇവിടെ നിന്ന് പറയുന്നത് മൈലിൻ ഷീത്ത് ഇല്ലാത്തത് കൊണ്ട് കോർട്ടെക്സ് റീജിയൻ എങ്ങനെയായിരിക്കും? ഗ്രേ മാറ്റർ ആയിരിക്കും അല്ലെ. ഇനി അതുപോലെ തന്നെ മെഡുല റീജിയൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഉണ്ട്? മൈലിനേറ്റഡ് ന്യൂറോൺസ് ആണ് ഉള്ളത്. അതായത് അവിടെ മൈലിൻ ഷീത്ത് കാണപ്പെടുന്നു. അതുകൊണ്ട് ആ ഭാഗം ഏത് കളറിലായിരിക്കും? വൈറ്റ് കളറിലായിരിക്കും. അതിനെ എന്താണെന്ന് അറിയപ്പെടുന്നു? വൈറ്റ് മാറ്റർ. അപ്പൊ ബ്രെയിനിന്റെ ലാർജസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? സെറിബ്രം ആണ്. ഔട്ടർ റീജിയൻ ഈസ് കാൾഡ് കോർട്ടെക്സ്, ഇന്നർ റീജിയൻ ഈസ് കാൾഡ് മെഡുല്ല. കോർട്ടെക്സ് എന്ന് പറയുന്നത് ഗ്രേ മാറ്റർ ആണ്, മെഡുല്ല എന്ന് പറയുന്നത് വൈറ്റ് മാറ്റർ ആണ്. ഇനി എന്തെല്ലാമാണ് സെറിബ്രത്തിന്റെ ഫംഗ്ഷൻസ്? അതായത് സെറിബ്രം എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നു, പ്രശ്ന പരിഹാരത്തിന് സഹായിക്കുന്നു. അതായത് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഭാഗം ഏതാണ്? സെറിബ്രമാണ്. അതുപോലെ തന്നെ പ്ലാനിങ്, ആസൂത്രണം, വോളണ്ടറി മൂവ്മെന്റ്സ്, ഐച്ഛിക ചലനങ്ങൾ, നമ്മളുടെ കൺട്രോളിൽ നടക്കുന്ന ചലനങ്ങൾ, അതായത് നടക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഓടുക, ഇങ്ങനെയുള്ള ചലനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നത് ഏതാണ്? സെറിബ്രമാണ്. അതുപോലെ തന്നെ സെന്റർ ഓഫ് മെമ്മറി, ഇന്റലിജൻസ്, തിങ്കിങ് ആൻഡ് ഇമാജിനേഷൻ, അതായത് ബുദ്ധി, ഓർമ്മ, ചിന്ത, ഭാവന തുടങ്ങിയവയുടെ കേന്ദ്രം. അതുപോലെ തന്നെ പ്രൊവൈഡ്സ് വേരിയസ് സെൻസറി എക്സ്പീരിയൻസസ്, ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കാനും സഹായിക്കുന്ന പാർട്ട് ഏതാണ്? നമ്മുടെ സെറിബ്രമാണ്. അതായത് ഇന്ദ്രിയാനുഭവങ്ങൾ അല്ലെങ്കിൽ സെൻസറി എക്സ്പീരിയൻസസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? നമ്മളുടെ വിഷൻ, ഹിയറിംഗ്, ടേസ്റ്റ്, സ്മെല്ല് തുടങ്ങിയവയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? സെറിബ്രമാണ്. അപ്പൊ എന്തൊക്കെയാണ് സെറിബ്രത്തിന്റെ ഫംഗ്ഷൻസ്? പ്രോബ്ലം സോൾവിംഗ്, പ്ലാനിംഗ്, വോളണ്ടറി മൂവ്മെന്റ്സ്, അതുപോലെ തന്നെ സെന്റർ ഓഫ് മെമ്മറി, ഇന്റലിജൻസ്, തിങ്കിങ് ആൻഡ് ഇമാജിനേഷൻ, പ്രൊവൈഡ്സ് വേരിയസ് സെൻസറി എക്സ്പീരിയൻസസ്. സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഈസ് കാൾഡ് സെറിബെല്ലം. അതായത് രണ്ടാമത്തെ ഏറ്റവും വലിയ ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? സെറിബെല്ലമാണ്. അപ്പൊ ബ്രെയിനകത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? സെറിബെല്ലമാണ്. ഇറ്റ് ഈസ് സീൻ ബിഹൈൻഡ് ആൻഡ് ബിലോ ദ സെറിബ്രം. അതായത് സെറിബ്രത്തിന് പിന്നിൽ താഴെയായിട്ട് കാണപ്പെടുന്ന പാർട്ടാണ് ഏതെന്ന് പറയുന്നത്? സെറിബെല്ലം. ഇറ്റ് കോർഡിനേറ്റ്സ് വേരിയസ് മസ്കുലർ ആക്ടിവിറ്റീസ് ആൻഡ് മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി. അതായത് നമ്മുടെ ശരീരത്തിന്റെ തുലനനില പാലനത്തിന് സഹായിക്കുന്നു. ശരീരത്തിന്റെ തുലനനില പാലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ നിൽക്കാനൊക്കെ സഹായിക്കുന്ന പാർട്ട് ഏതാണ്? സെറിബെല്ലമാണ്. എങ്ങനെയാണ് നേരെ നിൽക്കാൻ സഹായിക്കുന്നത്? ബൈ കോർഡിനേറ്റിംഗ് വേരിയസ് മസ്കുലർ ആക്ടിവിറ്റീസ്. അതായത് നമ്മളുടെ ശരീരത്തിലെ വിവിധങ്ങളായിട്ടുള്ള പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മളുടെ ശരീര തുലനനില പാലനം അല്ലെന്നുണ്ടെങ്കിൽ ബോഡി ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന പാർട്ടാണ് ഏതെന്ന് പറയുന്നത്? സെറിബെല്ലം. അപ്പൊ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? സെറിബെല്ലമാണ്. ഇതെന്ന് പറയുന്നത് എവിടെയാണ് കാണപ്പെടുന്നത്? ബിഹൈൻഡ് ആൻഡ് ബിലോ സെറിബ്രം. അതായത് സെറിബ്രത്തിന് പിന്നിൽ താഴെയായിട്ടാണ് ഏത് പാർട്ട് കാണുന്നത്? സെറിബെല്ലം. ആൻഡ് ഇറ്റ് കോർഡിനേറ്റ്സ് മസ്കുലർ ആക്ടിവിറ്റീസ് ആൻഡ് മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി. ശരീരത്തിന്റെ തുലനനില പാലനത്തിന് സഹായിക്കുന്നത്. എങ്ങനെയാണ് തുലനനില പാലനത്തിന് സഹായിക്കുന്നത്? ബൈ കോർഡിനേറ്റിംഗ് വേരിയസ് മസ്കുലർ ആക്ടിവിറ്റീസ്. അതായത് ശരീരത്തിലെ വിവിധങ്ങളായിട്ടുള്ള പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ശരീര തുലനനില പാലനം അല്ലെന്നുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സെറിബെല്ലം ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ഈ ബ്രെയിനകത്തിലായിട്ട് കാണപ്പെടുന്ന ഒരു പാർട്ടാണ് ഏതെന്ന് പറയുന്നത്? തലാമസ്. അതായത് ഇറ്റ് ഈസ് സീൻ ഇൻ ദ ഇന്നർ പാർട്ട് ഓഫ് ദ ബ്രെയിൻ. അതായത് തലാമസ് എന്ന് പറയുന്നത് കാണപ്പെടുന്ന ഇവിടെയാണ്, ബ്രെയിന്റെ ഉൾഭാഗത്തായിട്ട് കാണപ്പെടുന്നു. ഇതെന്ന് പറയുന്നത് ഇറ്റ് ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ ഓഫ് മെസ്സേജസ് ടു ആൻഡ് ഫ്രം ദ സെറിബ്രം. അതായത് ഡിഫറെന്റ് പാർട്സിൽ നിന്നും മെസ്സേജസ് എവിടേക്കായിരിക്കും എത്തുന്നത്? തലാമസിലേക്ക് എത്തുന്നു. എന്നിട്ട് തലാമസിൽ നിന്നുമാണ് സെറിബ്രത്തിലേക്ക് മെസ്സേജസ് പോകുന്നത്. അതുപോലെ തന്നെ സെറിബ്രത്തിൽ നിന്നും മെസ്സേജസ് തലാമസിൽ എത്തിയിട്ടായിരിക്കും ഡിഫറെന്റ് പാർട്സിലേക്ക് പോകുന്നത്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ഒരു റിലേ സ്റ്റേഷൻ അല്ലെങ്കിൽ സന്ദേശങ്ങളുടെ ഒരു പുനഃപ്രസരണ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? തലാമസ്. അപ്പൊ തലാമസ് കാണപ്പെടുന്ന എവിടെയാണ്? ഇന്നർ പാർട്ട് ഓഫ് ദ ബ്രെയിൻ, അതായത് മസ്തിഷ്കത്തിന്റെ ഉൾഭാഗത്തായിട്ട് കാണപ്പെടുന്നു. ഇറ്റ് ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ ഓഫ് മെസ്സേജസ്, അതായത് സന്ദേശങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നു. എവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ളതാണ്? അതായത് സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്ന് തിരിച്ചും ഉള്ള സന്ദേശങ്ങളുടെ അല്ലെങ്കിൽ മെസ്സേജസിന്റെ ഒരു റിലേ സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു പുനഃപ്രസരണ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന പാർട്ടാണ് ഏതെന്ന് പറയുന്നത്? തലാമസ്. ഇനി അതുപോലെ തന്നെ നമ്മൾ പെയിൻ ഒക്കെ ഉണ്ടാകുമ്പോൾ എന്ത് കഴിക്കാറുണ്ട്? പെയിൻ കില്ലേഴ്സ് അല്ലെങ്കിൽ വേദന സംഹാരികൾ കഴിക്കാറുണ്ട് അല്ലെ? അപ്പൊ ആ പെയിൻ കില്ലേഴ്സ് ഒക്കെ ആക്ട് ചെയ്യുന്ന എവിടെയായിരിക്കും? തലാമസിലായിരിക്കും. ദെൻ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഹൈപ്പോ തലാമസ് ആണ്. ഇറ്റ് ഈസ് സീൻ ബിലോ ദ തലാമസ്. അതായത് തലാമസിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന പാർട്ടാണ് ഏതെന്ന് പറയുന്നത്? ഹൈപ്പോ തലാമസ്. ഇറ്റ് മെയിൻറ്റെയിൻസ് ഹോമിയോസ്റ്റാസിസ്. ഹോമിയോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ ആന്തര സംസ്ഥിതി പാലനം. അതായത് നമ്മളുടെ ഇന്റേണൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ആന്തര പരിസ്ഥിതിയിലുള്ള കാര്യങ്ങളെല്ലാം നോർമലായിട്ട് നിലനിർത്തുക
നിലനിർത്തുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഹോമിയോസ്റ്റാസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇല്ലേ. അതായത് നമ്മളുടെ ബോഡി ഫ്ലൂയിഡ്സ് എല്ലാം നോർമൽ ആയിരിക്കണം, വേസ്റ്റ് ഒന്നും ഉള്ളിൽ കാണാൻ പാടില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഇന്റേണൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ആന്തര പരിസ്ഥിതിയെ നോർമലാക്കി നിലനിർത്തുന്നതിനെ വിളിക്കുന്ന പേരാണ് ഹോമിയോസ്റ്റാസിസ് അല്ലെങ്കിൽ ആന്തര സമസ്ഥിതി പാലനം. അപ്പൊ അതിന് സഹായിക്കുന്ന പാർട്ടാണ് ഏതെന്ന് പറയുന്നത് ഹൈപ്പോ തലാമസ്. അപ്പൊ തലാമസിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന പാർട്ട് ഏതാണ്, ഹൈപ്പോ തലാമസ് ആണ്. ഇത് ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു, അതായത് ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് ഈ ഹോമിയോസ്റ്റാസിസ് റെഗുലേറ്റ് ചെയ്യുന്നത് ഏതിൽ കൂടിയൊക്കെ ആയിരിക്കും, നമ്മളുടെ വിശപ്പ്, ഹങ്കർ, അതുപോലെ തന്നെ തേഴ്സ്റ്റ്, ദാഹം, ബോഡി ടെമ്പറേച്ചർ, ശരീര താപനില, അതുപോലെ തന്നെ ഇമോഷൻസ്, വികാരങ്ങൾ തുടങ്ങിയവയൊക്കെ നിയന്ത്രിക്കുന്നതിലൂടെ അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്നതിലൂടെയാണ് ഹോമിയോസ്റ്റാസിസ് ഹൈപ്പോ തലാമസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പാർട്ട് ഏതാണ്, ഹൈപ്പോ തലാമസ് ആണ്. എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഹങ്കർ, തേസ്റ്റ്, ബോഡി ടെമ്പറേച്ചർ, അതുപോലെ തന്നെ ഇമോഷൻസ് തുടങ്ങിയവ റെഗുലേറ്റ് ചെയ്യുന്നതിലൂടെ. ദെൻ അടുത്തതെന്ന് പറയുന്നത് 3 പാർട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല ഒബ്ലോങ്കേറ്റ. അപ്പൊ ഈ 3 പാർട്സ് എന്ന് പറയുന്നത് ഇവിടെ ഈ ബ്രെയിനകത്തിൽ ഒരു സ്റ്റെം പോലെ ഒരു പാർട്ട് ഉണ്ട് അല്ലെ, ഒരു തണ്ട് പോലെ ഒരു ഭാഗം. അതിനെ അറിയപ്പെടുന്നത് ബ്രെയിൻ സ്റ്റെം എന്നാണ്. അതായത് ഈ ബ്രെയിൻ സ്റ്റെമ്മിന് 3 പാർട്സ് ആണ് ഉള്ളത്. ഏതൊക്കെയാ, മിഡ് ബ്രെയിൻ, പോൺസ് ആൻഡ് മെഡുല ഒബ്ലോങ്കേറ്റ. അപ്പൊ ഇതും എവിടെയുള്ള പാർട്സ് തന്നെയാണ്, ബ്രെയിനിലുള്ള പാർട്ട് തന്നെയാണ്. പക്ഷെ ഇതെന്ന് പറയുന്നത് താഴോട്ട് ഇരിക്കുമ്പോൾ ഒരു സ്റ്റെം പോലെ അല്ലെങ്കിൽ ഒരു തണ്ട് പോലെ ഇരിക്കുന്നു അല്ലെ. അപ്പൊ ഇതിനകത്തിലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്, മിഡ് ബ്രെയിൻ ആണ്. അപ്പൊ ഈ മിഡ് ബ്രെയിൻ എന്ന് പറയുന്നത് ഇനിഷ്യൽ അസസ്മെന്റ് ഓഫ് മെസ്സേജസ് റിഗാർഡിംഗ് വിഷൻ ആൻഡ് ഹിയറിംഗ്, അതായത് കേൾവി, അതുപോലെ തന്നെ കാഴ്ച തുടങ്ങിയവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സന്ദേശങ്ങളെ പ്രാഥമിക വിശകലനം നടത്തുന്നത് ഏത് പാർട്ടാണ്, മിഡ് ബ്രെയിൻ ആണ്. അപ്പം ഹിയറിംഗ്, വിഷൻ അല്ലെ, കേൾവി, കാഴ്ച തുടങ്ങിയവയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന മെസ്സേജസിനെല്ലാം ആദ്യമേ അല്ലെങ്കിൽ ഒരു ഇനിഷ്യൽ അസസ്മെന്റ് പ്രാഥമിക വിശകലനം നടത്തുന്ന പാർട്ടാണ് ഏതെന്ന് പറയുന്നത് മിഡ് ബ്രെയിൻ. ദെൻ ഐസ്, അതുപോലെ തന്നെ ഐബ്രോസ്, കണ്ണുകൾ, പുരികങ്ങൾ തുടങ്ങിയവയുടെ മൂവ്മെന്റ് അല്ലെങ്കിൽ ചലനങ്ങൾക്കും സഹായിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ് മിഡ് ബ്രെയിനിന്റെ ഫങ്ഷൻസ്, ഹിയറിംഗ്, അതുപോലെ തന്നെ വിഷൻ തുടങ്ങിയവയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന മെസ്സേജസിന്റെ ഇനിഷ്യൽ അസസ്മെന്റ് അതിന് സഹായിക്കുന്നു. ഐസ്, അതുപോലെ തന്നെ ഐബ്രോസ്, കണ്ണുകൾ, പുരികങ്ങൾ തുടങ്ങിയവയുടെ ചലനത്തിന് സഹായിക്കുന്നു. ഇനി ഈ മിഡ് ബ്രെയിന് താഴെയായിട്ട് കാണപ്പെടുന്ന ബ്രെയിൻ സ്റ്റെമിലെ പാർട്ടാണ് ഏതെന്ന് പറയുന്നത് പോൺസ്. അപ്പൊ ഈ പോൺസ് എന്ന് പറയുന്ന പാർട്ട് നമ്മളുടെ ഐസ്, അതുപോലെ തന്നെ ഫേസ് തുടങ്ങിയവയിലുള്ള മസിൽസിന്റെ ആക്ടിവിറ്റീസിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഏകോപിപ്പിക്കുന്നു. അതായത് നമ്മളുടെ കണ്ണുകൾ, അതുപോലെ തന്നെ മുഖം തുടങ്ങിയവയിലുള്ള മസിൽസിന്റെ ഒക്കെ അല്ലെങ്കിൽ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് ആരാണ്, പോൺസ് ആണ്. അതുപോലെ തന്നെ റെഗുലേറ്റിംഗ് വെന്റിലേഷൻ, വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശ്വാസോച്ഛ്വാസ നിരക്കിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് ഏത് പാർട്ടാണ്, പോൺസ് ആണ്. ഇനി പോൺസ് റീജിയന് താഴെയായിട്ട് കാണപ്പെടുന്ന പാർട്ടാണ് ഏതെന്ന് പറയുന്നത് മെഡുല ഒബ്ലോങ്കേറ്റ. ഈ മെഡുല ഒബ്ലോങ്കേറ്റയുടെ കണ്ടിന്യൂഷൻ ആണ് നമ്മളുടെ സ്പൈനൽ കോഡ് അല്ലെങ്കിൽ സുഷുമ്ന. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. അത് നമ്മളുടെ ബ്രെയിനെയും അതുപോലെ തന്നെ സ്പൈനൽ കോഡിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന പാർട്ടാണ് ഏതെന്ന് പറയുന്നത് മെഡുല ഒബ്ലോങ്കേറ്റ. അപ്പൊ ഈ മെഡുല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നത് ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ കൺട്രോളിലല്ലാതെ നടക്കുന്ന ചില ആക്ടിവിറ്റീസ് നമ്മുടെ ബോഡിയിലുണ്ട് ഇല്ലേ. ഒന്നെന്ന് പറയുന്നത് ഹാർട്ട് ബീറ്റ് അല്ലെങ്കിൽ ഹൃദയസ്പന്ദനം, അതുപോലെ തന്നെ വെന്റിലേഷൻ അല്ലെങ്കിൽ റെസ്പിറേഷൻ, ശ്വസനം, സ്നീസിങ്, കഫ്, വോമിറ്റിംഗ് തുടങ്ങിയ ഇൻവോളണ്ടറി ആക്ടിവിറ്റീസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്, മെഡുല ഒബ്ലോങ്കേറ്റയാണ്. അപ്പൊ എന്താണ് മെഡുല ഒബ്ലോങ്കേറ്റയുടെ ഫംഗ്ഷൻ, ഇൻവോളണ്ടറി ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ്, വെന്റിലേഷൻ, സ്നീസിങ്, വോമിറ്റിംഗ്, കഫ് തുടങ്ങിയവയൊക്കെ നിയന്ത്രിക്കുന്നു. അപ്പൊ ഇത്രയും പാർട്സ് ആണ് നമുക്ക് ബ്രെയിനിൽ പഠിക്കാനുള്ളത്. ഏതൊക്കെ പാർട്സ് ആണ്, സെറിബ്രം, സെറിബെല്ലം, തലാമസ്, ഹൈപ്പോ തലാമസ്, ദെൻ ബ്രെയിൻ സ്റ്റെമ്മിന്റെ 3 പാർട്സ് ഏതൊക്കെയാണ്, മിഡ് ബ്രെയിൻ, പോൺസ് ആൻഡ് മെഡുല ഒബ്ലോങ്കേറ്റ. അപ്പൊ ഇവയുടെ ഫംഗ്ഷൻസ് ഒക്കെ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ സെക്കൻഡ് പാർട്ടായ സ്പൈനൽ കോഡിനെ കുറിച്ച് പഠിക്കാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.